റീഡിങ് എല്ലാം എടുക്കാൻ വന്നതാ. ഞാൻ എൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ പോയി ചേട്ടൻ ഉണ്ടാക്കി കേട്ടാന്ന്. ഇനി ഇതും കഴിച്ചിട്ട് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോയി ലെവലിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇതന്നെ എല്ലാ കോന്ന് എഴുതി അനാലിസിസ് ചെയ്ത് അവിടെ ഇരിക്കുക. ഇത് ചാർജ് തീരുമ്പോൾ ഇങ്ങ് വന്ന് ഫോണിൽ ചാർജ് ഇടും. നോക്കാം ഇനി എങ്ങനെ പോകണം. ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എത്തിയത് ലേറ്റായിപ്പോയി. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇത് കാണാൻ പറ്റൂല്ലേന്ന് അറിഞ്ഞൂടാ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വോളിയം കുറവായതുകൊണ്ട് മനസ്സിലായ ഉമ്മച്ച് കാണിക്കോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയായി. സൈഡ് ബേസ് പോലെ തോന്നി. അതാണ് വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് എല്ലാം പോയെന്ന് നോക്കുകയാണ്. ഫോൺ ചാർജില്ല, 13 ഉള്ളൂ. പെട്ടെന്ന് തന്നെ പോട്ടി ഇതിലുള്ള 200 പിപ്പിൻ്റെ ക്യാൻഡിൽ 210 വേണ്ട. അയ്യോ ഒന്നും പറയണ്ട. റീഡിങ് എടുക്കേണ്ട പ്ലാനില്ല, ജസ്റ്റ് ഞാൻ നോക്കേണ്ടതേ ഉള്ളൂ. അനാലിസിസ് റേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. ഹണ്ട് ചെയ്ത് ആട്ടോ ലൈറ്റൊക്കെ ഫീൽ എന്തോ വലിയ മിസ്റ്റേക്ക് ചെയ്ത ഫീൽ ട്രേഡിങ്ങില്. എൻട്രി എടുക്കണ്ട എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, എന്നിട്ടും ചാടി. ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റണല്ലോ ഇതിൻ്റെ ചാർണം എടുക്കണം. ഞാനാണ് മണ്ട, ഞാൻ കൺട്രോളേ ചെയ്യാൻ പറ്റണില്ല. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, എന്നാലേ നമ്മൾ പ്രോ തന്നെ ആവുള്ളൂ. കുഴപ്പമില്ല കേട്ടോ. ഒഴിച്ചും കംപ്ലീറ്റ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഉറങ്ങി എണീറ്റതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഇന്നെന്തോ ചെറിയൊരു വിശപ്പ്. ന്യൂഡിൽസ് ഉള്ളതുകൊണ്ടായിരിക്കും വിശക്കണത്, അതും പറയാൻ പറ്റൂല. ഈ ഫുഡ് കഴിക്കട്ടെ. ഇനി ഇത് കഴിക്കട്ടെ. ഒരിക്കൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തുണിയെല്ലാം ഒന്നെടുത്ത് റൂമിനകത്തിട്ട് കുളിക്കേണ്ട പരിപാടി. പ്ലാനിങ് എന്തും പറയാം. നേരെ ഡ്യൂട്ടി കയറേണ്ട പരിപാടി. ഞാനിപ്പോൾ സൺസെറ്റിൻ്റെ കേട്ടോ, നേരത്തെ തീരുന്നു. ഞാൻ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് ട്രേഡ് എടുക്കണത് ഇന്ന് മണ്ടത്തരമാണ്. ചെയ്തില്ല, ഒരു മൂവ്മെൻറ്റും ഇല്ല, കാണുമെന്ന് തോന്നണത്. ഭയങ്കര റിസ്ക്കാ ട്രേഡ് എടുത്ത. എത്ര ഓപ്ഷൻ വന്നാലും എന്തായാലും ഹണ്ടാക്കി കളയും. നല്ലൊരു ഇത് കിട്ടൂല. നോക്കാം, നമ്മളെന്ത് ട്രേഡ് എടുത്താലും അല്ലെങ്കിൽ പോ മണ്ടത്തരമാണ്. ഇതിൻ്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടാ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോഴില്ല, ഇപ്പോഴും മൂവ്മെന്റ് ഇല്ല. ഞാൻ കയറുന്നതിന് മുമ്പേയും ഉണ്ടായിരുന്നു, പക്ഷെ ഇത് പ്രതീക്ഷ പോലും ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു മൂവ്മെന്റ്. നോക്കാം, ഇനി എടുക്കണമെന്ന് വലിയ പ്ലാനൊന്നുമില്ല. ചെറിയ മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ 50 പിപ്പാണ്, വലിയൊരു മൂവ്മെന്റ് അല്ല അത്. 50 പിപ്പേ ഉള്ളൂ. കിട്ടണില്ല കേട്ടോ ട്രേഡ്. ഏറ്റവും മാക്സിമം 50 പിപ്പൊക്കെ തന്നെ പറഞ്ഞത്. 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമുള്ളതല്ല. അത്ര 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഈ സമയത്തൊക്കെ 50 പിപ്പ് കയറുന്നതൊന്നും അല്ല. അത് ട്രേഡ് ഇല്ല അതിനകത്ത്. ഞാനിപ്പോൾ എല്ലാം നോക്കട്ടെ. കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഇന്നത്തെ ദിവസം ആവശ്യമില്ലാത്ത ട്രേഡ് ചെയ്ത് ഇനി അടുത്തൊരു റൂളും കൂടെ ഉണ്ടാക്കണം. ശനി ഞായറും ട്രേഡ് ചെയ്യില്ല. എത്ര തോന്നിപ്പിച്ചാലും ട്രേഡിങ്ങിൽ ഓളി ഉണ്ടെന്ന് പറഞ്ഞാലും ട്രേഡ് ചെയ്യാനേ പോകല്ലെന്ന്. ജസ്റ്റ് ഇരുന്ന് നോക്കുക അതിൻ്റെ ക്യാൻഡിലിൻ്റെ മൂവ്മെന്റ് മാത്രം, അതാണ് നല്ലത്. കാരണം ക്യാൻഡിലിൻ്റെ മൂവ്മെന്റ് പഠിക്കാൻ പറ്റും. ഇന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതെന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പറ്റുമല്ലോ. ഒറ്റ അടിയിൽ ഒരു കയറക്കം എത്ര 175 പിപ്പ് ഒറ്റ മിനിറ്റിൽ കണ്ടു നീട്ടിപ്പോയാട്ടാ ഞാൻ. അത് ഒറ്റ ക്യാൻഡിൽ, അതായത് ഒരു കയറക്കം കയറി കണ്ടുകൊണ്ടിരിക്കാൻ
വീഡിയോ ഉണ്ട്, എടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു, എനിക്ക് ഓർമ്മയില്ല അത്. ഞാൻ കണ്ട് ഞാൻ വാ വളർന്നിരുന്നതാണ്. ഇനിയെല്ലാം ഒന്ന് മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകട്ടെ. ഇനി മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ മാത്രം മതി കേട്ടോ, ബാക്കിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളവും വന്നായിരുന്നു കേട്ടോ, അവ എടുത്തു വെച്ച് എന്നെ വിളിച്ചില്ല. കുഴപ്പമില്ല, പൈസ കൂടി, വെള്ളത്തിൻ്റെ പൈസ കൂടി, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ 800 പൈസയായിരുന്നു, ഇപ്പം 1 റിയാല്. ടഫാ. ഇനി 1 കൊല്ലവും കൂടി ഇതും പഠിക്കുകയും വേണം. ഏകദേശം നമ്മളിത് എത്ര പഠിച്ചാലും തീരൂല. നമ്മൾ എത്ര ചെയ്താലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യണുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ അത് ചെയ്യില്ല, എന്നിട്ടും ചെയ്തു. പിന്നെ അതെങ്ങനെയെങ്കിലും മാറ്റണം ഇനി തൊട്ട്. അത് കാര്യമില്ല എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കിയപ്പം പമ്പ് ഇന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് 1-ാം നമ്പർ ചേഞ്ച് ചെയ്യണം. 4 ഓൺ ചെയ്യണം കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഇത് 1-ാം നമ്പർ ഓപ്പൺ ചെയ്ത് മറ്റേത് ഓൺ ചെയ്തു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി പുറത്ത് പോയിട്ട് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കുറച്ച്, അതും കൂടി ചെയ്യുക. അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.